എന്നിട്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഉടമ്പടി സാക്ഷ്യം കേൾക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ദൈവം എന്താണ് ചെയ്യുന്നത്. എൻ്റെ ഒരു പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾ എടുക്കുന്നവർ ഇത് ഒരു തരം എന്തെങ്കിലും ഒരു ഗിമിക്കായിട്ട് ചെയ്യരുത്. പല ആൾക്കാർക്കും അബദ്ധം പറ്റുന്നത് അങ്ങനെയാണ്. ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് കുറച്ച് ഒപ്പിച്ച് ചെയ്ത് കുറച്ച് ചെയ്യാതെ, കുറച്ച് പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് കുറച്ച് ചെയ്യാതെ അവരൊരു പരീക്ഷണ രീതിയിലാണ് ഈ വിഷയത്തോട് ഇടപെടുന്നത്. എൻ്റെ മക്കളെ, ഈ ഒരു കാലഘട്ടം വളരെ മോശമാണ്. ഈ കാലഘട്ടത്തിൻ്റെ കണ്ണീര് നല്ല ശരിക്കും നമുക്ക് രക്തത്തിന് നിറവുള്ളതാണ്. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ പരീക്ഷിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് ഉടമ്പടി പരീക്ഷിക്കേണ്ടത്? കിട്ടുമായിരിക്കും, നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പകുതി ചെയ്യത്തില്ല. ചിലപ്പോൾ കുമ്പസാരിക്കാൻ താമസിക്കുന്നു, ചിലർ പ്രേക്ഷിത പ്രവർത്തനം താമസിക്കുന്നു, ചിലർ പ്രാർത്ഥിക്കാൻ താമസിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. എന്തിനാണ്? പിന്നെ ചിലപ്പോൾ നിങ്ങൾ പുതുക്കുമ്പോൾ ചെയ്യുമായിരിക്കും. വൈ യു വേസ്റ്റ് യുവർ ടൈം? നിങ്ങൾ പുതുക്കുമ്പോൾ പിന്നെ കറക്റ്റ് ചെയ്യുമായിരിക്കും. നിങ്ങൾക്ക് എന്തുകൊണ്ട് ആദ്യമേ ആയിക്കൂടാ? ഇപ്പോൾ ഒരു സാക്ഷി, ഇപ്പോൾ ഇന്നലെ കേട്ട സാക്ഷി എന്താ? അതായത് അയാളെ മുടിയൊക്കെ വെളുത്തി കെട്ടി ഭാര്യയേക്കാൾ കഷ്ടമായിട്ടാണ് അയാൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ വല്ല കഞ്ചാവ് പാർട്ടിയോ ആയിരിക്കും വിചാരിക്കുന്നു. പക്ഷേ അല്ല, അയാളുടെ സ്റ്റൈലിനനുസരിച്ച് അയാളുടെ ഒരു രീതിയിൽ അത് കെട്ടിവെച്ചിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വൈഫ് എന്താ പറയണത്? ഹസ്ബൻഡാണ്, നീ ഉടമ്പടി തൈലമെടുത്ത് ഇറങ്ങ്, പത്രം കൊണ്ട് നമുക്ക് പോകാം, എല്ലാ വീട്ടിലും കൊടുക്കാം എന്ന് പറയണത്. അപ്പോൾ അയാളെ കണ്ടാൽ നമുക്ക് തോന്നും അയാൾ ഈ മുടിയൊക്കെ ഈ സ്ത്രീകളെപ്പോലെ കെട്ടി ഇങ്ങനെയൊക്കെ ബോബ് ചെയ്ത് വെച്ചിരിക്കണ ഈ ബുദ്ധിജീവിയില്ലേ, അതുപോലെ ഇരിക്കും. പക്ഷേ അയാളാണ് പറയണത്, നീ ഉടമ്പടി തൈലമെടുത്ത് ഇറങ്ങ്, പത്രം കൊണ്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് വൈഫിനോട് പറഞ്ഞ് അയാളാണ് മോട്ടിവേറ്റ് ചെയ്യണത്. എന്നിട്ട് എല്ലാ വീടുകളിലും കൊണ്ടുവന്ന് ഇവർ കൊടുക്കും. കാര്യത്തിൽ അവർക്ക് ആ മനുഷ്യന് ഉറപ്പാണ്. എന്തിനുറക്കം? ഉടമ്പടി വൃത്തിമേനായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ദൈവം അവരുടെ കാര്യത്തിൽ ഇടപെടുമെന്നും അവരുടെ കാര്യത്തിന് അവർക്കതിനുള്ള ത്രാണി ഇല്ലെന്നും അതുകൊണ്ട് തന്നെ ദൈവമല്ലാതെ വേറെ മാർഗമില്ലെന്നും അത് ദൈവത്തിന് ഈ വിഷയത്തിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഉടമ്പടിയേക്കാൾ നല്ല പരിഹാര മാർഗ്ഗം ഇല്ലെന്നൊക്കെ ആ മനുഷ്യന് പെട്ടെന്ന് അങ്ങനെ ഓടിത്തിരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും ചെയ്യണത്. അപ്പോഴേ എൻ്റെ സംഭവിച്ചു കഴിഞ്ഞാൽ, എന്നിട്ട് അയാളുടെ വൈഫ് സാക്ഷ്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാക്ഷ്യം ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. സാക്ഷ്യത്തിൻ്റെത് നൗ ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ പ്രസൻസ് ആണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം എന്തോരം ഈ ഉടമ്പടിയിൽ വ്യത്യസ്തമായ മേഖല അനുഭവവേദ്യമാണ്. അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് അനുഭവവേദ്യമാക്കാൻ പറ്റണില്ല ഉടമ്പടി അല്ലാതെ. ഇവർ പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പോൾ സ്പീക്കിങ്ങിൻ്റെ സമയം വരും. സ്പീക്കിങ്ങിൻ്റെ സമയം വരുമ്പോൾ ഇവൾ ഈശോ പറയും, ഈശോ സ്പീക്കിങ് എനിക്ക് ഡിസാസ്റ്റേഴ്സ് ആണ്, ദുരന്തമാണ്, നടക്കത്തില്ല എന്നെക്കൊണ്ട്. പക്ഷേ എന്നോട് സ്പീക്ക് ചെയ്യാൻ പറ്റുന്ന ആൾ കുറച്ച് സൗമ്യനായിരിക്കണം. അതാണ് എന്താ വെച്ചാൽ അവൾക്ക് ഈശോയുമായിട്ടൊരു ബന്ധമായി, ആധികാരിക ബന്ധമായതുകൊണ്ട് അധികാരപൂർവ്വം, കാര്യം അവൾ വിശ്വസിക്കണില്ലേ, ഈ വിശ്വാസം നമുക്ക് അധികാരം തരും. അതെപ്പോഴും ഓർക്കണം. ഈ ആൾക്കാർ ഒക്കത്തില്ലേ എന്നൊക്കെ പറയണത് ഇവർക്ക് വിശ്വാസത്തിൻ്റെ പ്രശ്നമാണത്. വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവസ്നേഹം വർദ്ധിക്കും, അതേസമയം തന്നെ അധികാരം വർദ്ധിക്കും. അവർ പറയും, ഈശോ എനിക്ക് കുറച്ച് സൗമ്യതയുള്ള ആളെ തന്നെ സ്പീക്ക് ചെയ്യാൻ വേണ്ടി, എനിക്കാണെങ്കിൽ കുറച്ച് പ്രോബ്ലം ഉള്ളതാണ്. അപ്പോഴേ എന്നിട്ട് അത് പറഞ്ഞുകൊണ്ടാണ് അവൾ സ്പീക്ക് ചെയ്യാൻ വേണ്ടി ചെമ്പല കയറുമ്പോൾ ആദ്യമേ തന്നെ സ്പീക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഇവൾ ഇങ്ങനെ ഐസി അടിച്ച പോലെ നിൽക്കും. എന്താ കാര്യം? ഒന്നും വരണില്ല സ്പീക്ക് ചെയ്യാൻ. സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും പറയാൻ പറ്റണില്ല. അപ്പോഴാ മനുഷ്യൻ ഇങ്ങോട്ട് പറയുകയാണ്, ഞാൻ റെക്കോർഡ് ഓൺ ചെയ്തില്ല, വീണ്ടും രണ്ടാമതൊന്നും പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഇംഗ്ലീഷിൽ. വിടുന്നത് തപ്പി തടഞ്ഞാൽ പറയണത്. ആ സമയത്ത് ഇത്രയും നേരം പറഞ്ഞ് ഒപ്പിച്ചത് പോയി, റെക്കോർഡ് ഓൺ ചെയ്തില്ല. അപ്പോൾ ഇവൾ തിരിച്ച് വേർത്ത്. അപ്പോൾ അയാളെ സാന്ത്വനപ്പെടുത്തുന്നുണ്ട്, കുഴപ്പമില്ല പറഞ്ഞാൽ മതി എന്ന് പറയും. പക്ഷെ പറഞ്ഞ് ആ ഒരു കണക്കിന് പറഞ്ഞ് അവസാനിപ്പിച്ച് പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങും. ഈ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും ഇവൾ പറയണത്,
എനിക്കൊരു പേടി തോന്നണില്ല. അതാണ് പ്രശ്നം, അതാണ് വിഷയം. പരീക്ഷ കഴിഞ്ഞ ആൾ പുറത്തിറങ്ങി, പക്ഷേ ഞാൻ തോക്കുമോ എന്നുള്ളത് നേരത്തെയൊക്കെ പേടിയുണ്ടായിരുന്നു. എനിക്കൊരു പേടി തോന്നണില്ല. അതെന്താ കാര്യം? പേടി തോന്നണില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ട്. എന്താണ്? ആന്തരിക അഭിഷേകം നടന്നു. പേടി തോന്നണമെന്നില്ല എന്ന് പറയുമ്പോൾ ദൈവ സാന്നിധ്യം വരുമ്പോഴാണ്. ഇപ്പം അമ്മയോട് പറഞ്ഞില്ലേ, അമ്മയോട് ആദ്യമേ പറഞ്ഞില്ലേ, എന്താണ് ഈ പുരുഷനെ അറിയാതെ പ്രഗ്നൻ്റ് ആകുന്ന വളരെ ഒരു ദുരന്തം പിടിച്ച ഒരു വലിയ പ്രോജക്റ്റാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യമേ മറിയത്തോട് പറയും, മറിയമേ നീ ഭയപ്പെടേണ്ട. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ലൂക്ക 1:30. ലൂക്ക 1:30 വായിച്ചോളൂ. ദൂതൻ അവളോട് പറഞ്ഞു. ദൂതൻ അവളോട് പറഞ്ഞു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ നീ ഭയപ്പെടേണ്ട. മറിയമേ നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. അതായത് മറിയമേ നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് മറിയം പിന്നെ ഭയപ്പെട്ടിട്ടില്ല. കാര്യം ഭയപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ കാരണം ഇവർ ഒറ്റയ്ക്ക് ധൃതിക്ക് കിലോമീറ്റർ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ നമുക്കറിയാൻ പറ്റും. ഭയപ്പെട്ടിട്ടില്ലെന്ന ആൾ മനസ്സിലായില്ലേ? അമ്മ ഒറ്റക്കല്ലേ പോണത് എലിസബത്തിന്റെ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ലൂക്ക 1:39. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അപ്പോൾ ഒറ്റക്കാണ് ആൾ പോണത്, തിടുക്കത്തിൽ പോവുകയാണ്. ദാറ്റ് മീൻസ് ഭയമില്ലെന്നർത്ഥം. ഈ ഭയമില്ലെന്ന് വരാൻ കാര്യം എന്താണ്? ആദ്യമേ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ വചനം ദൈവം സല്യൂട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താണ്? കൃപ നിറഞ്ഞവളെ 1:28 വായിച്ച. ശ്രുതികട്ടെ ഹല്ലേലൂയ. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു. ദൂതൻ അവരുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. കർത്താവ് നിന്നോട് കൂടെ എന്ന് പറഞ്ഞിട്ടാണ് മറിയമേ നീ ഭയപ്പെടേണ്ടെന്ന് പറയണത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ കൂടെ ഉള്ളത് കൊണ്ടാണ് ഭയമില്ലാത്തത്. യു ഗോട്ട് ദ പോയിന്റ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈ സ്പീക്കിങ്ങിന് ആൾക്ക് വലിയ ദുരന്തമായി പോയെങ്കിലും റെക്കോർഡ് ഓൺ ചെയ്ത് പിന്നെ അലപ്പോൾ ഓഫായിപ്പോയി, പിന്നെ ഓൺ ചെയ്ത് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയെങ്കിലും പരീക്ഷ കഴിയുമ്പോൾ ഇവൾ പറയുന്നൊരു സംഭവമുണ്ട്. എന്താണ്? എനിക്ക് നല്ല ധൈര്യമാണ്. പരീക്ഷ തകർന്നെങ്കിലും എനിക്ക് നല്ല ധൈര്യമാണ്. ആ ധൈര്യം എവിടുന്ന് വന്നതാണ്? കർത്താവ് നിൻ്റെ കൂടെ ഉള്ളതിൻ്റെ ഉടമ്പടിയുടെ ഇഫക്റ്റാണ്. എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട ഇതാണ്, അതായത് എന്ത് ഡിസാസ്റ്റേഴ്സ് ഉണ്ടായാലും, ഇപ്പോൾ കടം, ജപ്തി, അതുപോലെ തന്നെ വേറെ തരത്തിലുള്ള കേസ്, അതുപോലെ തന്നെ വിധി, നമുക്ക് അനുകൂലമായിട്ടുള്ള പ്രതികൂല വിധി, അതുപോലെ ഇങ്ങനെ നമ്മളെ വിഷമിപ്പിക്കുന്ന എന്ത് സാഹചര്യം ഉണ്ടായാലും എൻ്റെ സഹോദരങ്ങൾ, ആ സാഹചര്യത്തെ അല്ല നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത്. എന്താ നീ ചെയ്യേണ്ടത്? എന്തും സംഭവിക്കട്ടെ, പക്ഷെ ഒരു കാര്യമുണ്ട്, കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാകണം. ഉടമ്പടിയുടെ ഏറ്റവും വലിയ വാഗ്ദാനങ്ങൾ ഒന്നാണത്. സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് പറഞ്ഞില്ലേ? സകല വാഗ്ദാനങ്ങളും ക്രിസ്തു അതെന്ന് പറയുമ്പോഴേ അതിൻ്റെ ഒരു വാഗ്ദാനം, ഒരു പ്രിൻസിപ്പൽ വാഗ്ദാനമുണ്ട്. എന്താണ് അത്? ജോഷുവ 1:9, പുറപ്പാട് 33:14. എന്താണ്? ഉടമ്പടി പ്രകാരം പുറപ്പാട് 33:14 എന്താണ്? നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഞാനുണ്ടാകും. അതുപോലെ തന്നെ ജോഷുവയോട് ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട് 1:9. എന്താണ്? ശക്തനും ധീരനുമായിരിക്കുക. ശക്തനും ധീരനുമായിരിക്കുക എന്ന് പറയുന്ന സിറ്റുവേഷൻസ് എന്താ? കാനാൻ ദേശം ഒറ്റുനോക്കാൻ പോയ ആൾക്കാരുടെ അവിടെയാണ്. അപ്പോഴും ഈ 9 പറയും ശക്തനും ധീരനുമായിരിക്കാം. കാര്യം അവിടെയുള്ള അനാർക്കിൻ്റെ ഗുണ്ടകൾ രാക്ഷസന്മാരാണ്. അവരുമായിട്ടാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവരുടെ മുമ്പിൽ ഞങ്ങൾ വിട്ടിൽ പോലെയാണ് നിൽക്കണമെന്നാണ് ഇവർ പറയണത്.
അവർക്കും അങ്ങനെ തന്നെ തോന്നിയെന്നാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ മുമ്പിലുള്ള കടങ്ങൾ, നമ്മുടെ മുമ്പിലുള്ള രോഗം, അതെല്ലാം നമ്മളെ വിഴുങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴും ആ ഒരു സിറ്റുവേഷനിലാണ് ദൈവം നിനക്ക് വാഗ്ദാനം തരുന്നത്, ശക്തനും ധീരനുമായിരിക്കുക. ഈ ദൈവ സാന്നിധ്യം നമ്മുടെ ഇപ്പോഴുള്ള നിലവിലുള്ള പ്രാർത്ഥനാ രീതികളിലെ ദൈവ സാന്നിധ്യം വ്യത്യസ്തമായ മേഖലകളിൽ, പ്രത്യേകിച്ച് ഭൗതികമായ മേഖലകളിൽ ഇതുപോലെ വെളിവാക്കുന്ന വേറൊരു പ്രാർത്ഥനാ രീതികളില്ല. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, അത് ഉടമ്പടിയുടെ പാക്കേജിൽ ദൈവം കൊടുത്തിരിക്കുന്നതാണ്, ഞാൻ നിൻ്റെ കൂടെ വരുമെന്നുള്ളത്. അപ്പം ഈ നമ്മുടെ കൂടെ ദൈവം വരുന്നതിന് വേണ്ടിയാണ് നമ്മളെന്ത് ചെയ്യണത്, അവൻ പറയണത് പോലെ ചെയ്യുന്നത്. മനസ്സിലായ? ചൊല്ലണതല്ല, ചെയ്യുന്നത്. അപ്പം ദൈവത്തിൻ്റെ വചനങ്ങൾ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് വേണം നമുക്ക്? അങ്ങനെ ദൈവത്തിൻ്റെ വചനങ്ങൾ അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ സാങ്കേതികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർക്ക് ഉടമ്പടി ചിലർക്ക് പകുതിയേ ഭരിക്കത്തുള്ളൂ, ചിലത് പകുതി ഭരിക്കത്തില്ല. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ, പക്ഷേ അത് സാങ്കേതികമായിട്ടാണ് ചെയ്യണത്. എന്താ സാങ്കേതികം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ രോഗികൾക്ക് സഹായം കൊടുക്കാൻ പറയും. അപ്പോൾ ഉടമ്പടി എടുത്താണ് രോഗികൾക്ക് കൊണ്ട് സഹായം കൊടുക്കുക. എന്നാൽ 10, 50, 100 കൊടുത്തേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കൊടുത്തിട്ട് പോരും. ഇത് സാങ്കേതികമാണ്, ഇത് വർക്ക് ചെയ്യത്തില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ വേറെ പ്രശ്നമുണ്ട്. കാര്യം, ഒരു രോഗിയെ കാണുമ്പോൾ ഈശോ പറയും, ഞാൻ ആന്ധ്രക്കാരനെ കണ്ട് അല്ലെങ്കിൽ ബംഗാളിയെ കണ്ട് എന്നല്ല പറയണത്. എന്താണ് അത്? ആരായാലും ഞാൻ രോഗിയായിരുന്നു എന്നാണ് പ്രശ്നം. പിടികിട്ടിയ? ഞാൻ രോഗിയായിരുന്നു. ഇപ്പം 25 വായിച്ച്. മത്തായി 25:36. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഇതാണ് പ്രശ്നം. നിങ്ങൾ വസ്ത്രം കൊടുക്കുന്നുണ്ട്, സമ്മതിച്ചു. ഇത് ഇവിടെയും കൊണ്ട് ഒരു ലോഡ് കണക്ക് വസ്തിരിപ്പുണ്ട്. നമ്മൾ ഒരു ആംബുലൻസ് എടുത്തിട്ടിരിക്കുക. എന്തിനാണ്? ഈ ആംബുലൻസിൽ കയറ്റി വസ്ത്രമെല്ലാം ഓരോ രോഗികൾക്ക് കൊണ്ട് നമ്മൾ എത്തിച്ചു കൊടുക്കും, ആശുപത്രിയിലും പോകും. അപ്പം അതിനൊക്കെ പ്രേക്ഷിതരുണ്ടെങ്കിൽ, മനസ്സുള്ളവരുണ്ടെങ്കിൽ 2-ാം ചൊവ്വാഴ്ച ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആംബുലൻസും തരാം, അതുപോലെ തന്നെ കൊണ്ടുപോകാനുള്ള സ്ഥലവും പറഞ്ഞു തരാം, കൊടുക്കാനുള്ള മാർഗം തരാം. നിങ്ങൾക്കും കൊടുക്കാൻ പറ്റാത്ത ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ കൊണ്ടുവന്ന് കൊടുത്താൽ ഇവിടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും. പക്ഷേ അത് സാങ്കേതികമായി നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. ഇപ്പോൾ റോട്ടറി ക്ലബ്ബ് ചെയ്യുന്നില്ലേ? കണ്ണില്ലാത്തവർ കണ്ണൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ? ലയൺസ് ക്ലബ്ബുകാരൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൻ പുറത്ത് തന്നെ ആൾക്കാരെ വണ്ടി ഇടിക്കുക അവരൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചായത്ത് മെമ്പർമാർ പിരിവെടുത്തിട്ട് അവർക്ക് കൊടുക്കും അല്ലേ? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നാട്ടിൻ പുറത്ത് നടക്കുന്നു. പക്ഷേ ഇതൊക്കെ സാങ്കേതികമായിട്ട് ആർക്കും, മനുഷ്യത്വത്തിൻ്റെ പേരിൽ ആർക്കും ചെയ്യാം. ഇതൊന്നും കൃപയായിട്ട് കൺവേർട്ട് ചെയ്യത്തില്ല. അതാ മനസ്സിലാക്കണം. ചിലപ്പോൾ വോട്ടായിട്ട് കൺവേർട്ട് ചെയ്യും. അത് രാഷ്ട്രീയത്തിൻ്റെ വിഷയത്തിന് അത് അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ കൃപയായിട്ട് കൺവേർട്ട് ചെയ്യത്തില്ല. കൃപയായിട്ട് കൺവേർട്ട് ചെയ്യാത്തതിൻ്റെ കാരണം, അതിൻ്റെ കാര്യം നിങ്ങളത് സാങ്കേതികമായി ചെയ്തുകൊണ്ടാണ്. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ ആ രോഗിയെ കാണുമ്പോൾ ക്രിസ്തുവാണെന്നുള്ള ബോധത്തിലാണ് നിങ്ങളത് സ്നേഹത്തോടെ ചെയ്യണം. അതാണ് പ്രശ്നം. ക്രിസ്തുവാണെന്ന് പറഞ്ഞ് ചെയ്താൽ പോരാ. കാര്യം അവിടെ വരേണ്ട 2 ഇതുണ്ട്, സ്നേഹമുണ്ട്, വിശ്വാസമുണ്ട്. അപ്പം നമ്മൾക്ക് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ 2 തിമോത്തി 1:14, അതായത് കർത്താവിനോടുള്ള സ്നേഹത്തോടും വിശ്വാസത്തോടും ഒപ്പം കൃപ നമ്മളിലേക്ക് ഒഴുകുന്നു. ജസ്റ്റ് റീഡ് ഇറ്റ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 1 തിമോത്തി 1:14.
കർത്താവിന്റെ കൃപ, പറഞ്ഞ കർത്താവിന്റെ കൃപ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും ഒപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി. അപ്പൊ കർത്താവിന്റെ കൃപ നമുക്കറിയാമല്ലോ. വി ആർ നോട്ട് റിലേ അപ്പോൺ ദി ബ്ലെസ്സിങ്സ്. ഈ ഉടമ്പടിയുടെ പ്രശ്നം ഉടമ്പടി കൃപയിലാണ് ലക്ഷ്യം വെക്കുന്നത്. അത് കൃപയുടെ ഇഫക്റ്റായ ബ്ലെസ്സിങ്സിലല്ല. അപ്പം കൃപ ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? രണ്ട് കാര്യങ്ങൾ വേണം. എന്ത് വേണം? സ്നേഹം വേണം, വിശ്വാസം വേണം. ആരോട് വേണം? കർത്താവിനോട്, ക്രിസ്തുവിനോട്. അതാണ് 2 തിമോത്തി 1:14 എന്ന് പറഞ്ഞ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തോടും വിശ്വാസത്തോടും ഒപ്പം. അപ്പം നമ്മൾ അങ്ങോട്ട് വിശ്വാസവും സ്നേഹവും കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് എന്താ വരണത്? കൃപ വരും. അതാണ് അതിൻ്റെ ഒരു ബയലാറ്ററായിട്ടുള്ള ഒരു കറണ്ട്. അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് ദൈവത്തിന് കൊടുക്കണത്. എന്താ? സ്നേഹവും വിശ്വാസവും. അപ്പോൾ ദൈവം നമുക്ക് തിരിച്ചു തന്നെ എന്താ? കൃപ. കൃപ എന്ന് പറഞ്ഞാൽ എന്താ? പവർ ഓഫ് ഗോഡാണ്. ഇപ്പം പൗലോസ് അപ്പോസ്തലന് അപസ്മാരമോ അൾസറോ എന്തോ ഒരു ഗുരുതരമായ രോഗമാണ്. അപ്പം ആ മനുഷ്യൻ കർത്താവിൻ്റെ ദിവസം കണ്ണീരിടുമ്പോൾ, രോഗത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു സൗഖ്യം കൊടുക്കാനല്ല. കാര്യം പൗലോസിന് സൗഖ്യം കിട്ടിയാൽ മാത്രം പോരാ. 10,000 മനുഷ്യരുടെ ആത്മരക്ഷ വീണ്ടെടുക്കാൻ വേണ്ടി പൗലോസിന് വേണ്ടത് എന്താണ്? പവർ ഓഫ് ഗോഡ്, കൃപയാണ് വേണ്ടത്. അപ്പം അതുകൊണ്ട് ദൈവം പറയും, നീ സൗഖ്യത്തിനാണ് പ്രാർത്ഥിക്കുന്നത്, പക്ഷെ മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. ഞാൻ ഗ്രേസാണ് നിനക്ക് തരുന്നുണ്ടെങ്കിൽ ഇതിനെല്ലാത്തിനും അത് മതിയായതാണ്. അതാണ് മതിയാകുമെന്ന് പറഞ്ഞത്. നിനക്കെൻ്റെ കൃപ മതിയാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. ഇപ്പം ദൈവത്തിൻ്റെ ശക്തിയുണ്ട് അല്ലേ? മനുഷ്യന്മാർക്ക് കുറേ തരം ശക്തിയുണ്ടല്ലോ. പലതരത്തിൽ പാർട്ടിയുടെ ശക്തിയുണ്ട്, ദൈവത്തിൻ്റെ ശക്തിയുണ്ട്, പറമ്പിൻ്റെ ശക്തിയുണ്ട് അല്ലേ? പൊന്നിൻ്റെ ശക്തിയുണ്ട്, പണത്തിൻ്റെ ശക്തിയുണ്ട്, മൊത്തം ശക്തിയാണ്. അപ്പോൾ പക്ഷേ ബൈബിൾ എപ്പോഴും പറയണത് ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ശക്തി. അതാണ് പ്രശ്നം. ഈ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്ന ഒരു മോഡെന്ന് പറയുന്നത് എന്താണ്? ബലഹീനതയിലാണ്. അതുകൊണ്ട് എന്ത് പറയും? എന്ത് പൗലോസ് പറയും? ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. അപ്പം മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. നിനക്കെൻ്റെ കൃപ മതിയെന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ഗ്രേസ് എന്ന് പറയുന്നത് എന്താണ്? പവർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. പക്ഷേ ഈ ദൈവത്തിൻ്റെ ശക്തി ഇപ്പം നിങ്ങൾ ഓർക്കണം. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ വിചാരിച്ച് ഒരു റാങ്ക് ലിസ്റ്റിൽ ലാസ്റ്റ് ആണ്, അത് കിട്ടും എന്ന് എല്ലാ കൂട്ടുകാരെല്ലാം പറഞ്ഞു. പക്ഷേ ഇപ്പോൾ നമ്മൾ കേൾക്കണ ആ റാങ്ക് ലിസ്റ്റ് ക്യാൻസലായെന്ന്. അപ്പോൾ നമ്മൾ ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് ബലഹീനമായി പോകും അല്ലേ? ഭക്ഷണം കഴിക്കത്തില്ല, ആൾക്കാരോട് മിണ്ടത്തില്ല, വിഷം കൊടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഭക്ഷണത്തിന് കൂടെ മേടിച്ച് കടിച്ചുകൊള്ളും. ഇത് ജീവിച്ചിട്ട് എന്തിനാണ് എന്ന് അങ്ങനെ ആൾക്കാർ ചിന്തിച്ച് ഡൗൺ ആയി പോകും. പക്ഷേ ഇവിടെയാണ് പറയണത് പരിശുദ്ധാത്മാവിനെ വേണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. എന്താ കാര്യം? പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലാണ് ഓർമ്മിച്ച് തരണത്. എന്താ കാര്യം? നമ്മളിതിനെ തരണം ചെയ്യും. കാര്യം നിനക്ക് ഈ ജോലി മാത്രമാണ് നീ ഉദ്ദേശിച്ചത്, നീ സർവൈവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശിച്ചത്. എൻ്റെ കയ്യിൽ എവർസോമിനി വഴികളുണ്ട് നിന്നെ രക്ഷിക്കാൻ വേണ്ടി. അപ്പം നീ ഒരു സ്ഥലത്ത് നിനക്ക് ഒരു കല്യാണം പോയി അല്ലെങ്കിൽ ഒരു കൊച്ചാഘോഷമായി പോയെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇപ്പോൾ ആകാശം വിടിഞ്ഞ് വിടുന്ന പറഞ്ഞ് മോങ്ങി നടക്കേണ്ട കാര്യമില്ല. ഞാനാണ് നിന്നെ ശക്തനാക്കുന്ന ദൈവം. അത് നമുക്ക് ദൈവാരൂപി ഉണ്ടെങ്കിൽ ദൈവാരൂപി ഉടനെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. വെയിറ്റ് ഇതൊക്കെ സാധാരണ ഇപ്പോൾ കഴിഞ്ഞ ഈ മനുഷ്യന്മാരുടെ ജീവിതത്തിലെ വ്യത്യസ്തമായ കാലാവസ്ഥകളുണ്ടാകും. അപ്പം കർത്താവ് പറയും, നീ കാലാവസ്ഥകളെ ഒത്തിരിയേറെ അതിൻ്റെ നെഗറ്റീവ് സൈഡ് നോക്കരുതെന്ന് പറയും. കർത്താവിൻ്റെ രീതി അതാണ്. ഇപ്പോൾ 34 അല്ലേ
24:32 എടുത്തേ. അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ പഠിക്കേണ്ടത്? പറഞ്ഞ അത്തിമരത്തിൽ നിന്ന് പറഞ്ഞേ. അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. അതിന്റെ കൊമ്പുകൾ ഇളതാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു.